Szeszko. Szeszko. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പം നല്ലൊരു വാച്ച് അലോങ് ഒക്കെ ചെയ്തായിരുന്നു ഞാൻ. കളി ഉടനീളം കണ്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനും അക്ഷയ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അതിൽ 10-20 പേരൊക്കെ ആ സമയത്ത് ജോയിൻ ചെയ്തായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കളിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മെയിൻലി ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഈസ് ഫോർ ദ ഫാൻ ബേസ്. അതായത് ആദ്യത്തെ കാര്യം, ഈ 5 വിൻസ് ഇൻ എ റോ എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായുള്ളൊരു യുണൈറ്റഡ് ഫാനായിട്ട് ആഗ്രഹിക്കേണ്ട സാധനമാണ്. അതായത് ഒരാളെ മുടി മുറിക്കുക അതുകൊണ്ട് എന്നുള്ള രീതിയിലല്ല. ഇതിപ്പം എൻ്റെ ചോദ്യം വെച്ചാൽ, ഇപ്പോൾ വെസ്റ്റ് ഹാമായിട്ട് ഇന്നലെ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുര തീരുമോ? ഞാൻ എല്ലാ കളിയും കാണുന്നത് എൻ്റെ ടീം ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അതിൽ 5 ഇൻ എ റോ എന്ന് പറയുന്നത് ഞാൻ പണ്ട് അമോറമിൻ്റെയും 3 ഇൻ എ റോ കഴിഞ്ഞപ്പോൾ ചെയ്ത വീഡിയോ ആണ്. 5 ഇൻ എ റോ പിന്നെ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടഫാണ് വിന്നിങ്, അതായത് അൺബീറ്റൻ റണ്ണിലാണ് ഇപ്പോഴും. പക്ഷെ നമുക്കത് ആ സത്ത് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പലർക്കും. ചിലർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇന്നലെ കളി കണ്ടവർക്ക് അറിയാം, ആ ഷെഷ്കോയുടെ ഗോളെന്ന് പറയുന്നത് 1 പോയിൻ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. നിങ്ങളുടെ ഇതൊന്നും വേണ്ട. മൈക്കിൾ കാരിക്ക് ഇതേപടി ഡാരൻ ഫ്ലെച്ചറിനെ കൊണ്ടുവരുന്നു. ഡാരൻ ഫ്ലെച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ FA കപ്പിൽ നിന്ന് പുറത്താവുന്നു. എന്നിട്ട് മൈക്കിൾ കാരിക്ക് വരുന്നു. ആൻഡ് ദ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് ആർ മാൻ സിറ്റി, ആഴ്സണൽ അറ്റ് എമിറേറ്റ്സ്, ഫുൾഹാം, ടോട്ടൻഹാം ആൻഡ് ബേൺലി, വെസ്റ്റ് ഹാം. ഈ 5 മൈക്കിൾ കാരിക്കിന് വരാൻ പോകുന്ന ഫിക്സ്ചേഴ്സ്. ഓക്കെ, ഈ 5 ഞാൻ നിങ്ങൾക്ക് 15 പോയിന്റിൽ 13 പോയിന്റ് തരും എന്ന് 5 കളിക്ക് മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ മാൻ യുണൈറ്റഡ് ഫാൻസും കണ്ണും അടച്ച് ഏത് കളി ജയിച്ചു ഏത് കളി തോറ്റു അങ്ങനെ ഒന്നും ചോദിക്കാതെ 13 പോയിന്റ് എടുത്ത് പോക്കറ്റ് ഇട്ട് സന്തോഷിച്ചാണ്. അന്ന് നമ്മളെല്ലാം അമ്പി കളിച്ചിട്ട് നന്ദഗോപാല പോലെ 13 പോയിന്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പോകും. ഇപ്പം നമ്മൾക്ക് എന്താ, ഇപ്പം നമ്മൾ മറ്റേ അന്യൻ മോഡായി, ദേഷ്യമാണ്. എല്ലാവരും തുടങ്ങി. അതായത് പ്ലെയേഴ്സ് സ്വിച്ച് ഓഫ് ആയതാണ്, പ്ലെയേഴ്സ് ഇത് എല്ലാ മാനേജേഴ്സിൻ്റെ കൂടെയും കാണിക്കുന്നതാണ്. ബ്രോ, എല്ലാ മാനേജേഴ്സിൻ്റെ കൂടെ ഉള്ള പ്ലെയേഴ്സ് പല മാനേജേഴ്സിന് ഇപ്പം അമോറിൻ വന്നപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ആകെ അതിനകത്ത് ബ്രൂണോ, ലൂക്ക് ഷോ, ഡാലോ എന്ന് പറയുന്ന 3 പേരേ ഉള്ളൂ എല്ലാ മാനേജേഴ്സിൻ്റെ കൂടെ കളിച്ചത്. അതിൽ ബ്രൂണോനെ കുറ്റം പറയാൻ എനിക്ക് തോന്നാറില്ല. ലൂക്ക് ഷോ, ഡാലോനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ 4 കളി കുഴപ്പമില്ലാതെ കളിച്ചു, നല്ലവണ്ണം കളിച്ച പ്ലെയേഴ്സാണ്. ഈ 15-ൽ 13 പോയിന്റ് എടുത്തുന്ന പ്ലെയേഴ്സാണ്. ആ പ്ലെയേഴ്സിനെ ഞാൻ ബാക്ക് ചെയ്യും, ആ മാനേജറിനെ ഞാൻ ബാക്ക് ചെയ്യും. ഒരാളെ മുടി വെട്ടുന്നതല്ല ഇവിടെ നമ്മളൊരു മാൻചെസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ക്ലബ്ബാണ്. ആ ക്ലബ്ബ് ആ ചോദ്യം മറ്റേ പ്രസ് കോൺഫറൻസ് വരെ എത്തി എന്നുള്ളതാണ് അതിനേക്കാളും കോമഡി. ഏത് കാരിക്കിനോടുള്ള പ്രസ് കോൺഫറൻസ് വരെ എത്തി, ഒരാൾ മുടി വെട്ടാൻ നടക്കുന്നുണ്ട് അറിയുമോ എന്നുള്ള രീതിയിൽ. അത്രമാത്രം, അല്ലെങ്കിൽ ആ പുള്ളിക്ക് സന്തോഷമായിരിക്കും. കാര്യം അത് ജയിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ സിഗ്നിഫിക്കൻസ് തീർന്നു, പുള്ളി മുടി കുറച്ച് തീർന്നു. ഇനിയിപ്പം പുള്ളിക്ക് വീണ്ടും റെലവൻ്റ് ആയിട്ട് നിൽക്കാം. പലരും അതാണ്. ഇപ്പം കുറേ പേര് തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലെയേഴ്സിനെതിരെ തിരിക്കുന്നു. ഫാൻ ബേസിനോടനെ പറയുള്ളൂ, ചിൽ. 15 പോയിന്റിൽ 13 പോയിന്റും ഉണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സണ്ടർലൻഡിൻ്റെ കൂടെ ഇന്ന് സ്റ്റേഡിയം ഓഫ് ലൈറ്റ്സിലാണ് ലിവർപൂൾ കളിക്കുന്നത്. അവർ ജയിച്ചിട്ടുമില്ല. അതായത് അവർ ജയിക്കാതിരിക്കാം, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാം, എന്തോ ആയിക്കോട്ടെ, അവർക്ക് നമ്മളുമായിട്ട് 5 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല ഓൺ ടോപ്പ് ഓഫ് ദ ചെൽസി ഇന്നലെ 2-2 ഡ്രോ ആയി. ലാസ്റ്റ് മിനിറ്റിൽ പാമർ ഒരു സിറ്ററൊക്കെ മിസ് ചെയ്തത് നമ്മൾ കണ്ടു. അപ്പം ചെൽസി ഡ്രോ ആയ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട രീതിയിൽ അത്ര ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഫ്രസ്ട്രേറ്റഡ് ആയേനെ ഞാൻ. കളി തോറ്റിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു കാര്യം. ഇനിയും നമുക്ക് കളിയുള്ള 12 ദിവസത്തിന് ശേഷമാണ്. ആ 12 ദിവസം എഴുതി വിടുന്ന തോന്നിവാസങ്ങൾ വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊക്കെ വായിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ പോകുന്ന അല്ലാതെ വേറൊരു ഗുണമില്ല. ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് വിയർ തന്നെയാണ് അൺബീറ്റൻ റൺ, അങ്ങനെയെങ്കിലും നമുക്ക് വിചാരിക്കാം. ഇത് നമ്മൾ ആ രീതിയിലൊന്നും ചിന്തിക്കാതെ നമ്മൾ വീണ്ടും പ്ലെയേഴ്സിനെതിരെ മാനേജറിനെതിരെ ഒക്കെ തിരിയുന്നതിനാണ്. ഉടനെ തുടങ്ങി അടുത്ത കോൺവെർസേഷൻ. കണ്ടില്ലേ, ലോ ബ്ലോക്കിൻ്റെ കൂടെ സ്ട്രഗിൾ ചെയ്തു പോലെ തന്നെ കാരിക്കിന് ജോബ് കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാരിക്കിന് 4 കളി ജയിച്ചപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ലെറ്റ് കാരിക്ക് ഡു സംതിങ്. ഇനിയും സീസൺ തീരുന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഡിസ്കഷൻസ് മതി. ഇപ്പോഴേ തുടങ്ങുകയാണ് ഒരു സൈഡിൽ നിന്ന് കാരിക്കിന് ലോ ബ്ലോക്ക് ബീറ്റ് അറിയില്ല. ലോ ബ്ലോക്ക്, മിഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമും സ്ട്രഗിൾ ചെയ്യുന്നൊരു പ്ലേയിങ് സ്റ്റൈലാണ്. എല്ലാ ടീമും സ്ട്രഗിൾ ചെയ്യുന്ന പ്ലേയിങ് സ്റ്റൈലാണ്. അതിലിപ്പോൾ കാരിക്കിന്, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒക്കെ കാരിക്കിന് നല്ല ഒരുപാട് മിസ്റ്റേക്സ് പറ്റി. അതിപ്പോൾ ഓൾറെഡി ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്ത് വാചാലമായിട്ട് പറഞ്ഞാണ്. എന്താണ്, ആദ്യമേ ഷെഷ്കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഷെഷ്കോയ്ക്ക് സ്റ്റാർട്ട് കൊടുക്കായിരുന്നു, ബിക്കോസ് നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ ഫറ്റീഗ് കാണാം. ഈ ഫറ്റീഗിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആലോചിച്ചോണം, നമ്മൾ UCL അടുത്ത സീസൺ നോക്കുന്നത്. ഈ UCL നോക്കുന്ന നമുക്കുള്ള ഈ മിഡ് വീക്കിൽ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞ് കളിച്ചാൽ ഫറ്റീഗ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ല. UCL ഇതിലും ടഫ് ഫിക്സ്ചേഴ്സ് ആയിരിക്കും, നല്ലപോലെ വർക്ക് ഇടേണ്ട സാധനമായിരിക്കും UCL. അപ്പം അവിടെ ചെന്നിട്ട് അയ്യോ മിഡ് വീക്കിൽ കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രീമിയർ ലീഗും നമ്മൾ UCL കളിക്കുന്ന UCLും പ്രീമിയർ ലീഗും ഒരുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഞാൻ കുറേ കാലമായിട്ട് ഈ ഓണേഴ്സിനെതിരെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ് പോട്ടെന്നുള്ള രീതിയിലാണ്.
ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ ഓണേഴ്സ് വിറ്റിട്ട് പോകണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, കാരിക്കിന് ഇവർ പണ്ട് എന്താ പറയുക അമോറിമിന് പ്ലേയേഴ്സിനെ മേടിച്ചു കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് ലോങ് ടേം പ്ലേയേഴ്സിനെ മതി എന്നാണ്. ജനുവരിയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ജനുവരിയിൽ റാഷ്ഫോർഡ്, സാൻജോ, ആൻ്റണി എന്ന് പറഞ്ഞ 3 അറ്റാക്കേഴ്സ് പോയിട്ട് ആകെ പാട്രിക് ഡോർഗുനെയാണ് കൊണ്ടുവന്നത്. അത് അറ്റാക്കറായിട്ടുമല്ല, ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു അറ്റാക്കർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ യൂറോപ്പ് അടിച്ചേനെ. പക്ഷേ ആരെയും കൊടുക്കാതെ അവരുടെ ഉത്തരം എന്ന് പറയുന്നത് ലോങ് ടേം എല്ലാം മറ്റേ പ്രൊജക്റ്റാണ്. ഇപ്പോൾ പറയാൻ പറ്റില്ല, പിന്നീട് ദേവ്ജിയൊക്കെ പറയുന്ന പോലെ അതിപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, പിന്നീട്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കീഴെ പോകുമ്പോഴത്തേക്കും അവർക്ക് 6 മാസത്തേക്ക് ലോണിൽ ആരെയും കൊണ്ടുവരാൻ താല്പര്യമില്ല, കാശ് കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്നത് അത് അമോറിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ലോങ് ടേം വെച്ചിട്ടാണ് കാരിക്കിനെ കൊണ്ടുവന്നത്? കാരിക്കിനെ കൊണ്ടുവന്നത് 6 മാസത്തേക്കെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. കാരിക്ക് ഒരു ടെമ്പററി മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ലോണിൽ തന്നെ അതേപടി ഒരു 6 മാസം കളിക്കാൻ കാരിക്കിന് വേണ്ട 2 പ്ലേയേഴ്സ്, ഒരു പ്ലെയറിനെ കൊണ്ടുവന്നത് എന്താ? അപ്പം ഇതിലിപ്പം നമുക്കിപ്പോൾ ഇതൊന്നും തോന്നത്തില്ല, ഇപ്പം മാറി വൃത്തികേട് നമുക്കിപ്പോൾ തോന്നില്ല. കാര്യം നമ്മളിപ്പോൾ ഒറ്റ കോമ്പറ്റീഷനിലേ ഉള്ളൂ. അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും നമുക്ക് കൃത്യം സ്ക്വാഡ് ഡെപ്തിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ തേയും, 2 തേയും. അതായത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും തേഞ്ഞിട്ട് അടുത്ത പോലെ ചാമ്പ്യൻസ് ലീഗ് കളിച്ച് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അതടിക്കില്ല. പ്രീമിയർ ലീഗ് ആണെങ്കിൽ തേയും, അതും ടോപ്പ് 5ൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, ടോപ്പ് 4ൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ 1 more year വിത്തൗട്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആവും. അപ്പോൾ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കസമീറോനെ പോലെയുള്ള വലിയൊരു ഫിഗറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പുറത്ത് ബോർഡിൻ്റെ സൈഡിൽ നിന്ന് നടക്കുമ്പോൾ സ്റ്റിൽ വി ആർ ഒബ്സസ്ഡ് വിത്ത് പ്ലെയേഴ്സ്. ആൻഡ് എന്താ പറയുക, പ്ലെയേഴ്സ് എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വിച്ച് ഓഫ് ആയിട്ട് കളിച്ചത്? എനിക്ക് ഇന്നലെ കുറേ ടാക്ടിക്കൽ ഡിസിഷൻസ് പ്രശ്നമായിട്ട് തോന്നി. ലോ ബ്ലോക്കിൽ നമ്മൾ ആദ്യം ഇറങ്ങിയിട്ട് സെഷ്കോ ഇല്ലാത്തപ്പോൾ തന്നെ ബോക്സിലോട്ട് ചുമ്മാ ക്രോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് വെറുതെ ഉള്ള ക്രോസ് ചുമ്മാ. അപ്പോൾ ബ്രൂണോ ആയാലും എംബോമ ആണെങ്കിലും, അല്ല ബ്രൂണോ ആയാലും കുണ്ണയാണെങ്കിലും അമാദാണെങ്കിലും ചുമ്മാ ക്രോസ് എയർ ബോൾ എംബോമോയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ ഫോർ വാട്ട്. അതിനായിരുന്നെങ്കിൽ ഷെഷ്കോനെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ആൻഡ് ഷെഷ്കോനെ ഇറക്കിയ തീരുമാനം അതും ലേറ്റായിപ്പോയി. പിന്നെ ഷെഷ്കോ 2 കളികളിലായിട്ട് ഇപ്പം വിന്നേഴ്സും ഈക്വലൈസറൊക്കെ അടിക്കുന്നുണ്ട്. ഒരു ക്ലച്ച് പ്ലെയറായി മാറിയിരിക്കുകയാണ്, വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ഹിം. അതൊക്കെ ഇപ്പോൾ ഷെഷ്കോ ഒരു ഊള സൈനിങ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഷെഷ്കോ ഇസ് എ വെരി ഗുഡ് സൈനിങ് കമ്പയർ ടു ഈ ഗോക്കറസും ഈ മറ്റേ ഇസാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഷെഷ്കോ എന്തൊരു നല്ല സൈനിങ് ആണ്. അവൻ വരുന്നു, അവൻ പെർഫോമൻസ് ഇടുന്നു, അവൻ ഗോൾ അടിക്കുന്നു. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹിം. പക്ഷേ ഹി വുഡ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ് ബിഫോർ. പിന്നെന്താ പറയുക, കാരിക്ക് ചെയ്ത യോറോൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, യോറോ വാസ് സോ ഗുഡ് യെസ്റ്റർഡേ. ബട്ട് അതെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പം കാരിക്കിനേക്കാളും വലിയ ക്രെഡിറ്റ് ഞാൻ യോറോയ്ക്കാണ് കൊടുക്കുന്നത്. യോറോ കുറേ കാലമായിട്ട് ഔട്ട് ഓഫ് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്, കോൺഫിഡൻസ് നല്ല രീതിയിൽ കുറവുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ കാരിക്ക് ചെയ്തത് സിമ്പിളാണ്. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ 1-0 ഡൗൺ ആണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫുൾ ഓൺ അറ്റാക്ക് ആവും. അവന്മാരെല്ലാം സിറ്റ് ബാക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിൽ അവന്മാർ നല്ല രീതിയിൽ സ്പീഡിൽ വരും. അവർക്ക് നല്ല പേസ് ഉള്ളവർ മുമ്പിലുണ്ട്. അപ്പം മഗ്വയറിനെ കൊണ്ട് ഈ ഹൈലൈൻ കളിച്ച് കഴിഞ്ഞാൽ ഓടി എത്തത്തില്ല. പണ്ട് ഓർമ്മയില്ലേ, കഴിഞ്ഞ സിറ്റിയോട് ഈ സീസൺ തോറ്റയിൽ ലാസ്റ്റ് ഗോൾ ഹാലൻഡ് അടിച്ച് നോക്കിയത്. അതായത് ഹൈലൈൻ എന്തായാലും മാർട്ടിനസ് കുറച്ചുകൂടെ ബോൾ പ്ലേ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് മാനായിട്ട് നിൽക്കാൻ പോകുന്നത് മഗ്വയറായിരിക്കും. മഗ്വയറിനെ കൊണ്ട് ഓടി കിട്ടൂല, മഗ്വയറിൻ്റെ പേസ് ഇല്ല. അപ്പം പേസ് ഉള്ള യോറോനെ ഇട്ടു, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ യോറോനെ ഇട്ടതിന് ശേഷം യോറോ കളിക്കാന്നുള്ളത് യോറോയുടെ കഴിവാണ്. ഓക്കെ, അപ്പോൾ യോറോനെ ഇട്ടതിൽ ഒരു തെറ്റൊന്നുമില്ല. യോറോ നന്നായിട്ട് കളിച്ചു, ക്രെഡിറ്റ്സ് ടു യോറോ. അതാണ് ഞാൻ പറഞ്ഞത്, ക്രെഡിറ്റ്സ് ടു യോറോ. അത് യോറോ കെപ്റ്റസ് ഇൻ ദ ഗെയിം. അതുപോലെ തന്നെ ലാമൻസ് കെപ്റ്റസ് ഇൻ ദ ഗെയിം. സോ ദാറ്റ് ആ ഒരു ഗോളിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ 2-1 3-1 ആയി കഴിഞ്ഞാൽ ആ ഗോളിന് അർത്ഥമില്ലല്ലോ. ഷെഷ്കോയ്ക്ക് ഒരു ഗോൾ കിട്ടിയെന്നുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ഷെഷ്കോ അത് കമ്പോഷർ കാണിച്ച് അത് പ്രോപ്പർ നമ്പർ 9 ഗോൾ എടുത്ത് സെറ്റാക്കി, വിച്ച് ഇസ് വെരി, അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് യു ഷുഡ് കൺസിഡർ, അതായത് ഇതിൽ നിന്ന് എനിക്കൊന്നേ പറയുള്ളൂ, ഓക്കെ, ലീവ് എവറിത്തിങ്. കാരിക്ക് ഇതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിചാരിച്ച എന്താ ആൾക്കാർക്ക് വേറെ ഡിസ്കഷൻസിലോട്ട് എന്തിനാണ് പോകുന്നത്? ഇതേ പ്ലെയേഴ്സ് തന്നെയല്ലേ ബാക്കി 12 പോയിൻ്റ് എടുത്ത് പോക്കറ്റ് വെച്ച് തന്നാൽ നമുക്ക്. ആ 12 പ്ലെയേഴ്സിനെ ഒരു പോയിന്റിലോട്ട് ചുരുങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് ഈ 5 wins in a row എന്ന് പറയുന്ന ഒബ്സഷൻ കൊണ്ടുവരുന്നു? അതിലോട്ടൊന്നും പോകണ്ട. ഇപ്പം 5ാമത് ജയിച്ചാൽ എന്താ 6 wins in a row നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അതോ മുടി വെട്ടി കഴിഞ്ഞ ഉടനെ തീരുമല്ല? ഞാൻ ആഗ്രഹിക്കും. ഞാൻ അടുത്ത കളിയും കാണുന്നത് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ്. എല്ലാ കളിയും ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് കാണുന്നത്. ഇപ്പം മറ്റേ കളിയൊക്കെ സിറ്റിയുടെ കൂടെയും ആഴ്സണലിലൂടെയൊക്കെ ഒരു ഡ്രോ കിട്ടിയാൽ അതൊരു നല്ല റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞ് നടന്ന ടീമുകളാണ് 2 ആഴ്ച മുന്നേ വരെ. എടോണോ പെട്ടെന്ന് ഈ ആൾക്കാർ മാറുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പേഷ്യൻ്റായിട്ടിരിക്കുക. സീസൺ കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോഴും ടോപ്പ് 4-ലുണ്ട്. അറ്റ്ലീസ്റ്റ് അതായത് ആ ഗോളിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോൾ വരുന്നവരെ നമ്മൾ 5ാമതായിരുന്നു. ചെൽസിക്ക് നമുക്ക് ഒരേ പോയിന്റ് ആണെങ്കിൽ പോലും ചെൽസിക്ക് ഗോൾ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ 5th ആയി. നമ്മൾ 5ാമത് ഇരിക്കുന്ന സൈക്കോളജിക്കലി നമ്മൾ ഇമ്പാക്ട് ചെയ്യും, ഫാൻസിനെയും മീഡിയ എഴുത്തുകളെയൊക്കെ. ഭാഗ്യത്തിന് ഇപ്പോൾ നമ്മൾ 4ാമത് തന്നെ ഇരിപ്പുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് മീഡിയയെ അത്ര ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് കുറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമ്മളിപ്പോഴും അൺബീറ്റൺ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക.
നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സീസണിൽ ലീഗിൽ 5 കളി തോറ്റിട്ടുള്ളൂ. കുറേ ഡ്രോ അവിടെ ഇവിടെ കിട്ടി. എന്നാൽ ഡ്രോയ്ക്ക് മുന്നേ അവനെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വരില്ല. അതൊക്കെ ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതും ബോർഡിൻ്റെ പ്രശ്നമാണ്. സോ എനിക്കിത്രേ പറയാനുള്ളൂ, അനാവശ്യമായിട്ട് ഇമോഷണൽ ആവാതിരിക്കുക. ആരെങ്കിലുമൊക്കെ മുടി വെട്ടുന്ന കേസും പറഞ്ഞ് ഞാൻ ഇനി ഇത് മെൻഷൻ ചെയ്യുന്നില്ല ചാനലിൽ. കാര്യം ഇത് ഞാൻ പറയുമ്പോൾ തന്നെ അവന് ഞാൻ പറയേണ്ട ആവശ്യമില്ല റീച്ച് കിട്ടാൻ. പക്ഷേ ഓൾറെഡി അവൻ എന്തുമാത്രം റീച്ചാണ് നമ്മളുണ്ടാക്കി കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ടീം ജയിക്കാൻ പ്രാർത്ഥിക്കുക, ജയിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത കളിയിൽ നമുക്ക് നോക്കാം. ഇഫ് ഹി മേക്സ് ദീസ് മിസ്റ്റേക്സ് അഗൈൻ ആൻഡ് അഗെയിൻ നമുക്ക് അപ്പോഴെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. ഇത് കാരിക് ഹാസ് നെവർ ലോസ്റ്റ് എ മാച്ച് ആസ് എ യുണൈറ്റഡ് മാനേജർ. 8 കളിയായി, 2 ഡ്രോ 6 ജയം. സോ ദർ ഈസ് സം സ്റ്റഫ് ഇൻ ഹിം. ഐ ബിലീവ് സോ. അങ്ങനെ ആവട്ടെ. ഇനിയും എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. നമ്മൾ പ്ലെയേഴ്സിൻ്റെ പുറകെ നിൽക്കുക. അതായത് ഒരു കളിയോടുകൂടി പ്ലെയേഴ്സ് വീണ്ടും ബ്രൂണോ ഔട്ട്, ഡാലോ ഔട്ട്, ഷോ ഔട്ട് വിളിക്കണ്ട. ഈ ബ്രൂണോയും ഡാലോയും ഷോയും ഈ കംപ്ലീറ്റ് സെറ്റേ ഉള്ളൂ ഇനി 6 മാസത്തേക്ക്. വേറെ ഒരു തേങ്ങയും വരുന്നില്ല. ആരും വരാൻ പോകുന്നില്ല ഇനി നമ്മളെ രക്ഷിക്കാനോ ഒന്നിനും. സോ ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് രാവിലെ എണീച്ച് വരുമ്പോഴെങ്കിലും ഒരു മോട്ടിവേഷനെങ്കിലും കൊടുക്കുന്ന രീതിയിൽ പെരുമാറുക. ഉപദ്രവിക്കാതിരിക്കുക ആരെയും. 12 ദിവസം കഴിഞ്ഞ് അടുത്ത കളി വരും. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതേ പറയാനുള്ളൂ. ഫാൻ ബേസിനോടുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ടാക്റ്റിക്കലി അനലൈസ് ഒന്നും ചെയ്യേണ്ട. കളിയെപ്പറ്റിയൊക്കെ ഞാൻ വാച്ചലോങ്ങിൽ കുറേ പറഞ്ഞായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്.